വാർത്തകളിലേക്ക്. ലൈംഗിക പരാതിക്ക് പിന്നാലെ മുകേഷ് MLA-ക്കെതിരെ രാജ്യസമ്മർദ്ദം ശക്തം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് LDF-നകത്തും ആവശ്യം ശക്തം. പ്രതിഷേധം കണക്കിലെടുത്ത് മുകേഷിന്റെ കൊല്ലത്തെ വസതിയിൽ സുരക്ഷ ശക്തമാക്കി. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ മുകേഷിനെതിരെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നു, എങ്ങനെ വിശദീകരിക്കാം? തീർച്ചയായും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും കൊല്ലം നഗരത്തിലെ തന്നെ MLA ആണ് മുകേഷ്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയെ തന്നെ തകർക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഒരു CPI കുടുംബാംഗമാണ് മുകേഷ് എങ്കിലും CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കൊല്ലത്ത് മത്സരിച്ചത്. പ്രത്യേകിച്ച് മാധവൻ ഉൾപ്പെടെയുള്ളവർ CPIയുടെ നേതാക്കന്മാരായിരുന്നു കൊല്ലത്തെ. മാത്രമല്ല KPSC-യിലൂടെയാണ് മാധവന്റെ രംഗപ്രവേശനമൊക്കെ. അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരാൾ 3ഓളം കേസുകളിൽ പെടുന്നു എന്നുള്ളതാണ്. അതായത് വലിയ ഗൗരവമുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത് മരട് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാം തന്നെ CPI മുകേഷിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ CPIയുടെ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെയാണ് ആനിരാജ തന്നെയാണ് ഇപ്പോൾ മുകേഷിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നത്. അതും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. രാജിക്കപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഉച്ചയോടുകൂടി CPI അവരുടെ നിലപാട് വ്യക്തമാക്കും. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മുകേഷിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് കൊല്ലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ഓഫീസിലേക്കും ഒപ്പം വീട്ടിലേക്കും ഒക്കെ തന്നെ ആളുകളുടെ പ്രതിഷേധം എത്തിയിരുന്നു. അതുപോലെ തന്നെ വിവിധ സംഘടനകൾ BJP, യുവമോർച്ച, മഹിളാ മോർച്ച, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി അവിടേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ ശക്തമാക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ഇതൊന്നും തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പും അല്ല. ഇതിൽ നിലവിൽ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടിയുടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അന്ന് തന്നെ യോഗം ചേർന്നിട്ടൊരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. കാരണം ഇത് അന്വേഷണവുമായി മുന്നോട്ട് പോകണം, മുകേഷ് സഹകരിക്കണം. ബിനോയ് തുടരുക. നമ്മളോടൊപ്പം CPI നേതാവ് ആനി രാജ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനി രാജ, ഇപ്പോൾ മുകേഷിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു. CPIയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെ വിശദീകരിക്കുന്നു ഈ ഒരു സാഹചര്യത്തെ? അല്ല, ഇതിന് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. ഞാൻ ഇന്നലെ ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, ഒരു സിറ്റിക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മേൽ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ഒരു MLA-ക്കെതിരായി ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. പവർ ആൻഡ് പൊസിഷനിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായ അന്വേഷണം അത് സത്യസന്ധവും നീതിപൂർവമായി നടക്കില്ല എന്നുള്ളത് ഉള്ള ഒരു സംശയം വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം MLA ആയി തുടരുന്നത് ഇത്തരം ഒരു കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും MLA ആയി തുടരുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം. ശ്രീമതി ആനിരാജ, ഇപ്പോൾ ഒരു ഇടതുപക്ഷ MLA-ക്കെതിരെ ഒരു ഇടതുപക്ഷ സംഘടന തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുന്നത്. അപ്പോൾ ഒരു ഭിന്നത രൂപപ്പെടുന്നില്ലേ എന്ന രീതിയിൽ ജനങ്ങൾക്കൊരു സംശയം തോന്നുന്നതിൽ അത്ഭുതമുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണമെല്ലാം ജനങ്ങൾ ഉന്നയിക്കില്ലേ? നിങ്ങള് വളരെ ഗൗരവമുള്ള ഒരു വിഷയം വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം, ഇത് കേരളത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ആഗോള തലത്തിൽ തന്നെ ഇന്ന് ചർച്ച ചെയ്യുകയും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വിഷയത്തിന് മേൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് എവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമോ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണത്. തൽക്കാലം ഞാൻ ഇതിന് മറുപടി പറയാൻ തയ്യാറല്ല.
രജ എന്തായാലും തീർച്ചയായും അതിനോട് പറയുന്നു ഞാൻ ഒന്നും കൂടെ ഉറപ്പാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇടതുപക്ഷ സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അനുനയ ഒരു നീക്കം അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ആരോപണ വിധേയൻ മാത്രമാണ്. എന്തായാലും അത്തരത്തിലൊരു അന്വേഷണമെല്ലാം നടത്തിയിട്ടല്ലേ പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ ഒരു രാജിയിലേക്കെല്ലാം നീങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സംശയം ചോദിച്ചത്. താങ്കൾക്ക് അതിലൊരു ഒരു അമർഷം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ വിഷയത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് എന്തോ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നൊക്കെയുള്ളത് വരുത്തി തീർക്കുന്നതിന് ഇതായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇടതുപക്ഷത്തിനകത്ത് ഭിന്നത എന്നായിരിക്കും നിങ്ങൾ ഹെഡ്ലൈൻ കൊടുക്കാൻ പോകുന്നത്. അത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഗൗരവമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിന്മേലുള്ള എന്റെ നിലപാട്, ഇപ്പൊ അതിന്റെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കുറിച്ച്, ആ ഇൻഡിവിജ്വൽ സംസ്ഥാനത്ത് MLA ആയിരിക്കുന്നു, ആ MLA ഭരണപക്ഷത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു MLA എതിരായി ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പറയുന്നത് അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്ന് പറയുന്നത് അത് സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധം തന്നെ ഉയർത്തേണ്ട സാഹചര്യം തന്നെയുണ്ട്. കാരണം നിരവധി ആരോപണങ്ങൾ എന്തായാലും മുകേഷ് MLAക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. വളരെ നന്ദി ശ്രീമതി ആനി രാജ. എന്തായാലും ബിനോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ബിനോയ്, എന്തായാലും ഇനിയിപ്പോൾ ഇന്നത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം പ്രതിഷേധങ്ങളെല്ലാം ഇനിയിപ്പോൾ മുന്നോട്ട് പോവുക? ഇപ്പോൾ മുകേഷിനെതിരെയുള്ള മുകേഷിന്റെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വീടുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഓഫീസിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ തന്നെ പ്രതിഷേധ മാർച്ച് നടത്തുകയും അവിടെ സംഘടിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓഫീസിന് ആണ് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലും പോലീസ് കാവൽ, മെഡിക്കൽ കോളേജ് പോലീസ് നിർത്തുന്ന പോലീസ് കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ ഘട്ടത്തിൽ തന്നെ മുകേഷിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അന്ന് ഒന്നാമത്തെ കേസിൽ മുകേഷ് ന്യായീകരണവുമായി എത്തി. രണ്ടാമത് മുകേഷിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിയതാണ് വളരെ ശ്രദ്ധേയമായി മാറിയത്. അത് മാത്രമല്ല, അതിനകത്ത് മുകേഷ് ആ ഫേസ്ബുക്ക് കുറിപ്പിനോടൊപ്പം തന്നെ ചേർത്തിരുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. ചെങ്കൊടി തോളിലേന്തി നടക്കുന്ന മുകേഷിന്റെ ചിത്രമായിരുന്നു. അത് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റി വെറും മുകേഷ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്കകത്ത് തന്നെ മുകേഷിനെതിരെ ശക്തമായ ഒരു നിലപാട് ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ചെങ്കൊടി ഏന്തിയ മുകേഷിന്റെ ചിത്രം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും പകരം മറ്റൊരു ചിത്രം വരികയും ചെയ്തു. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് CPM-ഉം CPI-യും LDF-ഉം എല്ലാം തന്നെ. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ കർശനമായ നിലപാടുകളിലേക്ക് അവർ നീങ്ങുന്ന പതിവുമുണ്ട്. എന്നാൽ മുകേഷിനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഉയർന്നു, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട രീതി, അതും പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറുകയും ബലാത്സംഗ കേസിൽ ഉൾപ്പെടുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ. ഇതിലൊക്കെ ഈ വകുപ്പുകൾ അനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇതിലൊക്കെ പെട്ടിരിക്കുന്ന. മുകേഷിനെ പോലുള്ള ഒരു MLA പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊരു കാര്യം, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ മേഴ്സിക്കുട്ടി അമ്മ ഉൾപ്പെടെയുള്ളവർ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ്, അങ്ങനെ തുടങ്ങി സൂസൻ കോടി, ഇവരൊക്കെ തന്നെ സംസ്ഥാന നേതാക്കളാണ്. ഇവരെല്ലാം പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുകേഷിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം 2 ദിവസം മുമ്പ് ഉയർന്നത്. അവർ രാജിയല്ല ആവശ്യപ്പെട്ടത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മുകേഷ് MLA സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ ആ ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല എങ്കിൽ പോലും ഇത്തരം മുകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രവൃത്തികൾ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കി, നാണക്കേടുണ്ടാക്കി. ഇത്തരം ഒരു നേതാവിനെ എന്തിനു ചുമക്കണം, MLA എന്തിനു ചുമക്കണം എന്ന തരത്തിൽ തന്നെ വലിയ ആരോപണങ്ങൾ അന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരുന്നു. ഒപ്പം ജില്ലാ സെക്രട്ടറി പോലും മുകേഷിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഒരു കാര്യം, പാർട്ടി ഇപ്പോൾ
അല്ലെങ്കിൽ സംസ്ഥാന സമിതിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെങ്കിലും പാർട്ടി ഇപ്പോൾ നയപരമായ ഒരു തീരുമാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകും. കാരണം അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നത് കോൺഗ്രസിന്റെ 2 MLA-മാരാണ്. പ്രത്യേകിച്ചും കോവളം MLA ആയ എം വിൻസെന്റും എൽ ദോസ് കുന്നപ്പള്ളിയും. ഇവർ രണ്ടുപേരും സ്ത്രീകൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങളുടെ പേരിൽ നടപടി നേരിടുന്നവരാണ്. ജാമ്യം ലഭിച്ച് പുറത്തു നിൽക്കുന്നവരാണ്. ഇവർ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾ രണ്ട് MLA-മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം മുകേഷ് MLA തൽക്കാലം രാജിവെക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ CPM സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല CPM എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. 1 or 2 കേസുകളിലല്ല മുകേഷിനെതിരെ 1-ലധികം നടികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതും നീചവും നിന്ദ്യവുമായ തരത്തിലുള്ള പരാതികൾ. നേരത്തെ തന്നെ മുകേഷിന്റെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പരാതികൾ പാർട്ടിക്ക് മുന്നിലേക്ക് എത്തിയെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിച്ച് മുകേഷ് പിന്മാറുകയായിരുന്നു. ഒപ്പം ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു പാലക്കാട് സ്വദേശിയായ ഒരു കുട്ടി അല്പം സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടുകയും ചില സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിരുന്ന തെരുവിളിയും ഇതൊക്കെ തന്നെ പാർട്ടി പറയുന്നത് ഓരോ ദിവസവും തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം RMP നേതാവ് KK രമ ചേരുന്നുണ്ട്.